സൗദിയിൽ രണ്ടിടങ്ങളിൽ ഇറാൻ ആക്രമണം നടന്നു സ്ഥിരീകരിക്കുന്നു സൗദി വിദേശകാര്യ മന്ത്രാലയം. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ ഭരണാധികാരികളുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ചർച്ച നടത്തുകയും ചെയ്തു. ജലീൽ കണ്ണമംഗലം വിവരങ്ങളുമായി ചേരുന്നു. ജലീൽ, സൗദിയുടെ റിയാദ് അല്ലാതെ മറ്റേതെങ്കിലും മേഖലകളിൽ ഒഫീഷ്യൽ സ്ഥിരീകരണം വരുന്നുണ്ടോ? സൗദിയാണ് ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിച്ചുള്ള ആദ്യ പ്രമേയം പാസാക്കിയത്. ഒരുപക്ഷെ അമേരിക്കയ്ക്കൊപ്പം റീറ്റാലിയേഷന് ചേരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം ഇറാനെതിരെ യുദ്ധത്തിന് ചേരുകയാണെങ്കിൽ ആദ്യം ചേരാൻ പോകുന്ന രാജ്യവും. ജലീൽ, ഹാഷ്മി, സൗദിയിലെ 2 സ്ഥലങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. റിയാദിന് പുറമെ കിഴക്കൻ പ്രവിശ്യയിൽ, അതായത് ഖോബാർ, ദമാം ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രവിശ്യയിലാണ് രണ്ടാമത്തെ സ്ഥലം ഈ ആക്രമണം നടന്നിരിക്കുന്നത്. സൗദി പ്രസ് ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങളെ സൗദി വളരെ ശക്തമായി അപലപിച്ചു. റിയാദിനും കിഴക്കൻ പ്രവിശ്യക്കും നേരെയുണ്ടായ ഈ ഇറാൻ ആക്രമണങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് സൗദി പറയുന്നത്. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ആകാശമോ മണ്ണോ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ സൗദിക്ക് നേരെ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. തിരിച്ചടിക്കാൻ സൗദിക്ക് അവകാശമുണ്ട്. സൗദിയുടെ ഭൂമി, സൗദിയിലെ പൗരന്മാർ, സൗദിയിലെ താമസക്കാരായ വിദേശികൾ എന്നിവരെയൊക്കെ സംരക്ഷിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് സൗദി ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം ഗൾഫ് രാഷ്ട്ര തലവന്മാർ ഈ നിലവിലുള്ള സാഹചര്യങ്ങളെ കുറിച്ച് വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട്. UAE, ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, ജോർദാൻ ഈ ഭരണാധികാരികളുമായി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ സ്ഥിതിഗതികളൊക്കെ ടെലിഫോൺ വഴി ചർച്ച ചെയ്തു. ഈ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനു വേണ്ടി സൗദിയുടെ എല്ലാ സന്നാഹങ്ങളും ലഭ്യമാക്കും എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദിയിലെ പല വിമാന സർവീസുകളും റദ്ദാക്കി. യാത്രക്കാരെല്ലാം എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേഖലയിലെ ഈ സാഹചര്യം കണക്കിലെടുത്ത് സൗദി അറേബ്യയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചിട്ടുണ്ട്. അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളൊക്കെ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവും എംബസി നൽകിയിട്ടുണ്ട്. ഹാഷ്മി, സൗദിയുടെ 2ഇടങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് സൗദിയുടെ സ്ഥിരീകരണം. നേരത്തെ ഖത്തറും UAEയും വന്ന ഇറാന്റെ മിസൈലുകളെ ഫലപ്രദമായി ചെറുക്കാൻ കഴിഞ്ഞു എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഈ ഖത്തറിലെ അല്ലുദൈദ് എയർബേസിലടക്കം ഈ മിസൈലുകൾ വീഴുന്ന ചില ദൃശ്യങ്ങൾ ഇറാനിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഖത്തറിൽ വീണ്ടും മിസൈൽ വീഴുന്നുവെന്ന് അർജുൻ കൊല്ലെഴുത്ത് പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ബാക്കി ബഹ്റൈനിലും അബുദാബിയിലും ഒന്നും കാര്യമായ പ്രശ്നങ്ങൾ, അല്ല കുവൈറ്റിലും ഒന്നും കാര്യമായ പ്രശ്നങ്ങൾ നിലവിൽ വീണ്ടും ഒരുപക്ഷെ നോമ്പ് തുറയുടെ സമയമായിരിക്കണം മാറുന്നത്. ആ സമയം കഴിയുമ്പോഴേക്കും വീണ്ടും അല്ലുദൈദ് എയർബേസ്, അമേരിക്കയുടെ എയർബേസുകൾ ലക്ഷ്യമിട്ട് പിന്നെയും ഇറാന്റെ മിസൈലുകൾ ദമാം, കോബാർക്ക് സേഫാണ് എന്ന് മറ്റൊരു പക്ഷം പറയുന്നു. സമാധാനം അങ്ങനെ വീണ്ടും ഖത്തറിനെ ലക്ഷ്യമിട്ട്, അല്ലെങ്കിൽ ഖത്തറിലെ എയർബേസുകൾ, അമേരിക്കൻ എയർബേസുകൾ ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈലുകൾ ചീറിപ്പായുന്ന രാത്രിയാണിത്. ഇസ്രായേലിലേക്കും ഈ പറയുന്ന നേരത്തെ KR ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഹൈഫ ലക്ഷ്യമിട്ട് ഇസ്രായേലുകൾ ഇതിനോടകം തന്നെ ഇറാന്റെ മിസൈലുകൾ അവിടെ പറന്നു ചെല്ലുന്നു. അവിടെ സ്കൂളുകൾ അടച്ചിട്ടു, പൊതു യോഗങ്ങൾ നിരോധിച്ചു, കൂടുതൽ ആളുകൾ ബങ്കറിനുള്ളിലേക്ക് പോകാൻ നിർദ്ദേശം വരുന്നു. ഇസ്രായേലും ആവർത്തിച്ച് മുന്നറിയിപ്പ് സൈറനുകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.